ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ മാത്രം വിഷയം എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്യജീവി ശല്യം തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് കൃഷി കൃത്യമായി ശരിയായി നടത്താൻ പറ്റാതെ ഇവിടെ നിന്ന് 12ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ പറ്റാതെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഈ വൈദ്യുതി മോഷണം എന്നുള്ളത് ഒരു പതിവ് രീതിയാണ്. ഇതിപ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടു, അതൊരു ദുരന്തമുണ്ടായപ്പോൾ. അങ്ങനെയല്ല, പലരായി അത് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ മൃഗവേട്ടയും ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇതൊന്നും അവിടുത്തെ പോലീസ് അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന വൈദ്യുതി സ്ഥിരമായി മോഷ്ടിക്കപ്പെട്ടിട്ടും KSEB അറിഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞു എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഒരു സഖാവാണ്, CPM അംഗമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രീ സുഗു പറയുന്നു. അപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണവും അങ്ങനെ ഒരു പരാതി ഉണ്ടാകില്ല. പോലീസ് പറയുന്നു അങ്ങനെയാണെങ്കിൽ റെസിപ്റ്റ് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. പോലീസ് എന്താണോ പറയുന്നത് അതാണ് ശരി എന്ന് വയ്ക്കുകയാണ് ഇപ്പോൾ താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? വനം വകുപ്പിനുള്ള വീഴ്ചയെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇതിപ്പോൾ ഒറ്റ കേസല്ല. വനം വകുപ്പ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ വന്യമൃഗ ഈ സംഘർഷം ഒഴിവാക്കാൻ എന്തൊക്കെ നടപടിയെടുത്തു എന്ന് താങ്കൾക്ക് പറയാമോ? മുന്നറിയിപ്പ് രീതികൾ കൃത്യമല്ല എന്ന് പറയുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ടൂറിസം മേഖലയെ വേർതിരിച്ചിട്ടില്ല എന്നുള്ള വിഷയമുണ്ട്. വന്യമൃഗങ്ങളുടെ വരവറിയിക്കാൻ ഒരു അലാം വയ്ക്കുക, അതുപോലും പലയിടത്തുമില്ല എന്നുള്ള വിഷയമുണ്ട്. പിന്നെയാണ് ഈ പറയുന്ന ആനക്കിടങ്ങും റെയിൽ ഫെൻസിങ്ങും ഇതൊക്കെ തന്നെ നടപ്പാക്കി വരികയാണ് എന്നുള്ള മറുപടിയാണ് കഴിഞ്ഞ മാസം പോലും കിട്ടിയത്. ഇത് കഴിഞ്ഞ മാസം തുടങ്ങേണ്ട ഒരു കാര്യവുമായിരുന്നില്ല. ഇപ്പോഴും എവിടെ വരെ എത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഞാനതിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ചയുടെ ഒരു സ്വഭാവം സാധാരണക്കാരായ ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതി കാത്തിരുന്ന ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. കോൺഗ്രസിന്റെ UDFന്റെ പ്രതീതി പറഞ്ഞത് ഒരു തവണ കൊന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൽ LDFന്റെ നേതാക്കന്മാർ പ്രസ്താവന നടത്തുന്നവർ മനുഷ്യരാണോ എന്നാ ചോദിച്ചത്. ഈ കൊന്നതാരാണ് മിസ്റ്റർ? ഈ 15 വയസ്സുകാരനെ ഇത്ര ക്രൂരമായി കൊന്നതാരാണ്? ആ കുട്ടി മരണപ്പെടുന്നു നേരിട്ട് കണ്ടു എന്നാണല്ലോ കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നത്. ആ കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ബാഗ് എടുത്തു വയ്ക്ക്, പണം എടുത്തു വയ്ക്ക്, എനിക്ക് ഒളിവിൽ പോകണമെന്ന് പറഞ്ഞത് ആരാണ്? കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ്. കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വീടാന്തരം കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന ആളാണ് ബൂത്ത് കമ്മിറ്റി അംഗം. UDFന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് മിസ്റ്റർ കൊന്നത്. ആ കൊന്നത് കുറ്റമല്ല. ആ കൊന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ എന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പത്രമാധ്യമങ്ങളെ വിളിച്ച് കൊട്ടിഘോഷിക്കുമ്പോഴും അതും കുറ്റമല്ല. ആ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ നടത്തിയത് കോൺഗ്രസ്സുകാരനാണെന്നും ആ കോൺഗ്രസ്സുകാരനായ പ്രതിയെ പിടിച്ചുവെന്നും ഇദ്ദേഹം ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണെന്നും ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒത്താശ ചെയ്തിട്ടാണ് നിങ്ങളുടെ ബൂത്ത് കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നതെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് തെറ്റ്. ആ പ്രസ്താവന നടത്തുന്നവർ മനുഷ്യരല്ലെന്നാ നിങ്ങൾ പറയണേ. നിങ്ങൾ പറഞ്ഞോ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തിയ കൊലയാളിയുടെ പാർട്ടിയാണ് നിങ്ങൾ. ഇത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ആ രാഷ്ട്രീയ അവസരമാക്കി ഉപയോഗിക്കുന്നവരാ നിങ്ങൾ. അതുപോലെ ഇതൊരു സുവർണ അവസരമായി കണ്ട് നിങ്ങൾ ഇന്നലെ റോഡ് ഉപരോധിച്ചു. നിങ്ങൾ കൊട്ടിഘോഷിച്ച് ആ റോഡ് ഉപരോധത്തിന്റെ വാർത്ത ജനങ്ങളിൽ എത്തിയല്ലോ എന്ന് സന്തോഷിച്ച് തട്ടുകടയിൽ പോയിരുന്ന് സെൽഫി ഇട്ട് പ്രചരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടി മരിച്ച ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടതിന്റെ സന്തോഷത്തിലുള്ള ചിത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരട്ടാനൊന്നും നിൽക്കണ്ട. ഈ കൊലപാതകി നിങ്ങളുടെ പാർട്ടിക്കാരൻ, ഈ കൊലയാളി നിങ്ങളുടെ പാർട്ടിക്കാരൻ, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് നിങ്ങൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇതിന് ഒത്താശ ചെയ്തത്. ആ കുട്ടിയെ രക്ഷിക്കാൻ പോലും മാന്യതയോ മര്യാദയോ കാണിക്കാതെ ബാഗും എടുത്ത് പണം എടുത്തു വെക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചതോ ഈ വരുന്ന 5-6 ദിവസം തെരഞ്ഞെടുപ്പിന് മുന്നുള്ള ദിവസം പ്രതിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ആക്രമിക്കണം. പ്രതി നിങ്ങളുടെ ആള്, നിങ്ങൾ ഒളിവിൽ കൊണ്ടുപോകും. നിങ്ങൾ ഒളിവിൽ പാർപ്പിച്ചിട്ട് പ്രതി എവിടെ? നമുക്കറിയാലോ, പണ്ട് AKG സെന്റർ ആക്രമിച്ചു, നിങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ച് ആക്രമിച്ചല്ലോ കുറെ നാള്. അതുപോലെ തന്നെ ഒരു വലിയ നാടകം നിങ്ങൾ കളിച്ചത് പൊളിഞ്ഞു പാളീസായി, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അവതാരികയോട് പറയേണ്ടത് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റു തരത്തിലേക്ക് തെന്നി പോകുകയാണ്. നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം നിലമ്പൂരിൽ ചുമതലയുള്ള വിജയരാഘവൻ ആദ്യം ഇത് പറഞ്ഞത് ഒരു അപകടം എന്നാണ്. പിന്നീടാണ് അത് കോൺഗ്രസ്സുകാരനായത്. നിങ്ങൾക്കും ഓരോ സമയത്ത് അത് ഉപയോഗിക്കാൻ അറിയാം, അപ്പുറത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ആത്യന്തികമായി അതാണോ വിഷയം? ഒരു ക്രിമിനൽ, ഒരാൾ നടത്തിയ ഒരു കൊലപാതകം എന്ന രൂപത്തിലാണോ നിങ്ങൾ അതിനെ കാണുന്നത്, അതോ ആ പ്രദേശത്തെ വിഷയത്തെയാണ്? താങ്കൾ പറഞ്ഞതുപോലെ ആ നാട്ടുകാരും ഈ കേരളവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
ഒരു കോൺഗ്രസ്സുകാരൻ കൊന്നു എന്നതിലേക്ക് അതിനെ ചുരുക്കുകയാണോ? കോൺഗ്രസ്സുകാരനാവട്ടെ അയാൾ പിടിയിലായല്ലോ, അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ കഴിഞ്ഞോ? വനം വകുപ്പിന്റെ വീഴ്ചകളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അല്ല സ്മൃതി, കോൺഗ്രസ്സുകാരനാവട്ടെ എന്ന് പറയുമ്പോൾ സ്മൃതിക്ക് എന്തായാലും തെളിവ്? സ്മൃതി അദ്ദേഹം പറഞ്ഞ ആരോപണം ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. ഞാൻ പറഞ്ഞേക്ക്, ഒരു മിനിറ്റ്. കോൺഗ്രസ്സുകാരനായാലും സി പി എം ആയാലും ബി ജെ പി കാരനായാലും ഒറ്റ മിനിറ്റ്. എന്നോട് ആദ്യം ഞാൻ പറയട്ടെ, എന്റെ സമയം നിങ്ങളുടെ ഈ മണ്ടത്തരം, നിങ്ങളുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ അവസരവാദ നയങ്ങളെല്ലാം കേട്ടിരുന്നവനാ ഞാൻ. എനിക്ക് പറയണം, അവസാനം ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യം കൺക്ലൂഡ് ചെയ്തത് ഒരു വ്യക്തിയുടെ പോസ്റ്റിലേക്ക് നിങ്ങൾ കേട്ടിരിക്കുക. ഷോടെ, ഇത് എന്റെ സമയം. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ പോസ്റ്റിലേക്ക് ഞാൻ ചുരുക്കിയല്ല ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷി, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളിയായ കക്ഷി, ആ കക്ഷിയുടെ അധംപതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. OLX-ൽ സ്ഥാനാർത്ഥിയെ പരതി പോയപ്പോ വിഷയം മാറ്റാണ്ടിരിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വനം വകുപ്പിന്റെ വീഴ്ചയെ കുറിച്ച് മറുപടിയില്ല. അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ചയിൽ ഇവിടെ ആരും ഒച്ച ഉയർത്തി സംസാരിച്ചിരുന്നില്ല, വാദങ്ങൾ പറയുകയാണ്. താങ്കളും അതെ. താങ്കൾ എന്തിനാണ് ഇപ്പോൾ പ്രകോപിതനായതെന്ന് എനിക്കറിയില്ല. വനം വകുപ്പിന്റെ വീഴ്ചകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും ഉണ്ടായില്ല. ഷോൺ എന്താണ് കോൺഗ്രസിന്റെ നയമല്ല ഇപ്പോൾ അവിടെ കണ്ടതെന്നേ. ഒരു കുട്ടി മരിച്ചത് കോൺഗ്രസിന്റെ നയത്തിലല്ല. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് വനംവകുപ്പ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വനംവകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊലപാതകം നടത്തിയ പാർട്ടി. എനിക്കൊരു വിഷമമില്ല. പറഞ്ഞ പോയിന്റിന് ആവശ്യത്തിന് കാര്യമില്ലല്ലോ. താങ്കൾ ചുരുക്കുകയാണെന്നാണ് ചോദ്യം. ഷോൺ പറയട്ടെ. ഇനി ഷോണിന് താങ്കളോട് ചോദ്യമാണുള്ളത്. ഒന്ന് കേൾക്കുവാനും ഒന്ന് ക്ഷമ കാണിക്കൂ. എന്റെ സമയമല്ലേ? ഇതാണ് മര്യാദ. കോൺഗ്രസിനെ അങ്ങ് വെളുപ്പിക്കാൻ. ഞാനിവിടെ ആരെയും വെളുപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് ഇത്രയും വാദം പറയുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടിയുടെ അമ്മ നടത്തിയ പരാതിയെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ. രജനി പറഞ്ഞ കളവാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അല്ലെ, പോലീസിൽ പരാതിപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടെ റെസിപ്റ്റ് പറഞ്ഞില്ല? ഇല്ലല്ല, കളവാന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞതിനർത്ഥം എന്താണ്? ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞാൽ ശരി, അതാണ് ശരി. ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞാൽ അതാണ് താങ്കൾ ശരി. താങ്കൾ മര്യാദകേട് ഞാൻ പറയാത്ത വാചകം താങ്കൾ ഉപയോഗിക്കരുത്. TMC-കാരൻ പറഞ്ഞു വ്യാജ പരാതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പോലീസും വനം വകുപ്പും പറഞ്ഞിരിക്കുന്നത് ഇന്നതാണ്. അതുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നാ പറഞ്ഞത്. Debate with Smriti Parittikad.